നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്താണെന്നല്ലേ, എൻ്റെ ചുണ്ടെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് അവിടെ പോയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ ഇങ്ങനെ കിടക്കുന്നത്. പോയില്ലേ? ഇന്നലെ ഇട്ട ലിപ്സ്റ്റിക്കാണ്, നല്ല വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്താണെന്നല്ലേ, എൻ്റെ അടുത്തുനിന്നൊരു കിളി പറന്നു പോയിക്ക്. എങ്ങോട്ടാ പോയതെന്നൊരു പിടുത്തമില്ല. അതിനെ ഒന്ന് തിരിച്ച് കൂട്ട് കയറ്റണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുക. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഇത്തറ ഉള്ളൊരു പുയുവിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ എവിടുന്നാണോ എന്തോ പുഴു വരേണ്ടതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. ഒരു ലോഡ് ഗുളിക എഴുതി തന്നിട്ടുണ്ട്. ഗുളിക ഞാൻ കാണിച്ചേരട്ടെ. ഇവിടെ ബദാമിൻ്റെ മരമുണ്ട് തൊട്ടടുത്ത്, നമ്മുടെ വീടിൻ്റെ മുമ്പിലായിട്ട്. ബദാമിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള പുഴയാണോ എന്തോ എനിക്കറിയില്ല. 1 വീതം 2 നേരം, 1 വീതം 2 നേരം, രാത്രി 1, രാവിലെ 1. 4 ഗുളികയും 1 ലോഷനും 1 സോപ്പുമാണ് എനിക്ക് എഴുതി തന്നത്. അപ്പോൾ അതിൻ്റെ ചൊറിച്ചിൽ മാറിയിട്ടില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല എൻ്റെ കിളി പറന്നു പോയത്, എതിരെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും രാവിലെ എന്ന് പറയുമ്പോൾ 5 മണി, 6 മണി, 7 മണി, 8, 9, 10, 12 വരെ പോവും. 12 അല്ല, 1:15. ഇന്നലെ പുഴു വരണ്ടതിൻ്റെ ആ ഒരു ചൊറിച്ചിലും ഇഞ്ചക്ഷൻ വെക്കലും എല്ലാം കൂടി ആയതുകൊണ്ട് ലേറ്റായിട്ട് ഉണ്ട് കിടക്കാൻ. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ചായക്ക് വെള്ളം വെച്ചു, പഞ്ചസാര ഇട്ടു, ചായപ്പൊടിക്ക് പകരം കടുക് ഉണ്ടായിരുന്നു അവിടെ. കടുക് എടുത്ത് അതിലേക്ക് ഇട്ടു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കിളിയിലോ പറന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. ചായപ്പൊടിയും കടുകും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തവളെ എന്നുള്ള കമൻറ്റ് സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും പിന്നെ മാറ്റി ചായ ഇട്ടു കേട്ടോ. തേമുട്ടായിൻ്റെ വേറൊരു വേഷം. മധുരമിടാത്ത കട്ടൻ ചായയും മധുരമുള്ള തേമുട്ടായും നല്ല കോമ്പിനേഷൻ അല്ലേ? മിക്ക ആൾക്കാർക്കും ഞാൻ വ്ളോഗ് ചെയ്യുന്നതിൽ എൻ്റെ ഡെയിലി വ്ളോഗ്, എൻ്റെ ഡെയിലി കാര്യങ്ങൾ അറിയുന്നതും ഞാൻ ടൂറ് പോകുന്നതിനേക്കാട്ടിലൊക്കെ തീറ്റി വ്ളോഗാണ്. ഇപ്പം എത്ര ആൾക്കാരാണ് പറയുന്നതെന്ന് അറിയാമോ? ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അത് കുറച്ചും ഫുഡ് വ്ളോഗ് കുറച്ചെടുക്കണം. പഞ്ചസാര കഴിച്ചാൽ കുറേ പഞ്ചസാര, പിന്നെ ഉള്ളത് മുറുക്കാണ്. അതെല്ലാം കൂടി ബാഗിൽ ഇട്ടിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് കൊണ്ടുവച്ചാട്ടോ. ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് കയ്യിൽ തരാതെ പോയതാ. സൂപ്പർ. നുറുക്കും കട്ടൻ ചായയും നല്ല കോമ്പിനേഷൻ അറിയോ? ഇനി ഒരു സാധനം കൊണ്ടുണ്ട്, അത് ഞാൻ പൊട്ടിക്കുന്നില്ല. ലേസ് നുറുക്കുണ്ടല്ലോ, ലേസിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതെനിക്ക് വേണ്ട, കാരണം പ്രത്യേകിച്ചൊന്നുമില്ല.
ഇതുണ്ടല്ലോ നുറുക്കെല്ലാം ഒരു അതിന് ലേസിൻ്റെ ഒരു ടേസ്റ്റാണ്, ടൊമാറ്റോയുടെ ഒരു ഫ്ലേവറാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇപ്പോൾ എന്താ പറയാം, ഇതൊരു ജാതി ഫ്ലേവറാണ്. നല്ല രസമല്ലേ കടിച്ചു മുറിച്ച് തിന്നുന്നത് കേൾക്കാൻ. ഗോയ്സ് എൻ്റെ മുഖത്ത് കുരു. പ്രേമക്കുരു ആയിരിക്കും. ആർക്കോ എന്നോട് പ്രേമം തോന്നിയിട്ടുണ്ടാവും, ആരാന്നൊന്നും അറിയില്ല. അപ്പം ലേസ് കൊടുക്കും. മധുരടാത്ത കട്ടൻ ചായ. നിങ്ങൾ ചോദിക്കുക എന്താ മധുരടാത്ത, എനിക്ക് ഷുഗർ അങ്ങനെ ഉണ്ടോയെന്ന്. ഷുഗറൊന്നുമില്ല കേട്ടോ. ഷുഗർ ഉണ്ടായി തേമുട്ടായി ഞാൻ കഴിക്കൂടാലോ. ചായയിൽ മധുരം ഇട്ടാൽ മൈഗ്രെയിൻ വരും എനിക്ക്. മധുരം പെട്ടെന്ന് തലക്ക് കുത്തിയിട്ട് മൈഗ്രെയിൻ്റെ പെയിൻ വരും. നേരെ മറിച്ച് വേറെ ഷുഗർ ഈ തേമുട്ടായി കാര്യങ്ങളൊന്നും കഴിക്കുമ്പം എനിക്കങ്ങനെയില്ല. അതേപോലെ പാല് വാർന്ന ചായ എനിക്കങ്ങനെ കുടിച്ചോട്ടെ, വളരെ റെയറായിട്ടേ കുടിക്കാറുള്ളൂ. കാപ്പിയുടെ സ്മെല്ല് പോലും എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും സോഫ്റ്റാ, നല്ല സോഫ്റ്റാ. കാപ്പിയുടെ സ്മെല്ലടിക്കുമ്പോഴേക്കും എനിക്ക് തലവേദന വരും. ഇവിടെ മക്കൾക്ക് 2 പേർക്കും കാപ്പി ഇഷ്ടം. അവർ കാപ്പിപ്പൊടി ആദ്യം ബോട്ടിൽ വാങ്ങിയായിരുന്നു, മറ്റേ നെസ്കോഫി ഉണ്ടല്ലോ. ഒന്നുകിൽ ഇക്കാക്ക കൊണ്ടുപോയി കഴിഞ്ഞു. ഈ നെസ്കോഫിയൊക്കെ ബോട്ടിൽ കൊണ്ടുവരുന്നത് ഒരു ടിപ്പാണ്, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അറിയാമല്ലോ നെസ്കോഫിക്ക് നാട്ടിൽ നല്ല പൈസ കൊടുക്കണം. അപ്പം നെസ്കോഫി ആരെങ്കിലും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, പൊട്ടിച്ച് ഒരു കഷ്ടിച്ചൊരു മാസം നമുക്ക് എടുക്കാൻ പറ്റിയേക്കും, പിന്നെ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ആ കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നെസ്കോഫി പൊട്ടുന്ന ബോട്ടിലാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ബോട്ടിലൊന്നും പൊട്ടിപ്പോവുകയും കാര്യങ്ങളൊന്നുമില്ല. ഫ്രീസറിലൊന്നും കൊണ്ടുവെക്കരുത്, ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ മതി. ഇവിടെ ഫ്രിഡ്ജിൽ വെക്കലായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കുകയും തന്നെ പോരാത്തതിന് നമുക്കൊരു 2 വർഷമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റും, ഒന്നും ആകില്ല. അപ്പോൾ എന്നിട്ട് മക്കൾക്ക് നെസ്കോഫി കഴിഞ്ഞതുകൊണ്ട് ചെറിയ പാക്കറ്റ് 5 രൂപേൻ്റെ പാക്കറ്റ്, 5 രൂപ 2 രൂപേൻ്റെ അങ്ങാണ്ട് പാക്കറ്റ് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അടുക്കളവാതിൽ അടച്ചിട്ടിട്ടാണ് അവർ കാപ്പി ഉണ്ടാക്കി കുടിക്കുക. അത്രമേലെ എനിക്ക് കാപ്പിയുടെ സ്മെല്ല് പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ കട്ടൻ ചായ കുടിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ എന്ന് ചോദിക്കുന്നവരോട്, ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ചൊക്കെ കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ കൊണ്ടുതരാമെന്ന് എനിക്ക്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചിട്ട് കട്ടനൊക്കെ മേടിക്കട്ടെ, ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ചേട്ടാ.